ഹലോ കൂട്ടുകാരെ, ഇത് എനിക്ക് ഭഗവാൻ നേരിട്ട് തന്നതുപോലെ, എനിക്ക് ഡയറക്റ്റ് ദൈവം പ്രത്യക്ഷപ്പെട്ട് തന്നതുപോലെ എനിക്ക് ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും കിട്ടിയ ഒരു ഗിഫ്റ്റാണ്. ഈ 46 വർഷത്തെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു ഗിഫ്റ്റ് എനിക്ക് ഭഗവാൻ തന്നിട്ടില്ല. വളരെ സന്തോഷമുണ്ട്. ഇത് കാണിക്കാൻ കാര്യം, ഈ വണ്ടിയിലാണ് ഞാൻ ജോലിക്ക് പോകുന്നത്, തൊഴിലുറപ്പിന് ജോലിക്ക്. തൊഴിലാളിയായി ജോലി ചെയ്തിരുന്നു. ഇപ്പോൾ 2-3 വർഷമായിട്ട് ഞാൻ മേറ്റായിട്ട് ജോലി ചെയ്യുന്നു. ഒരു ഫോട്ടോ എടുത്ത് വിട്ടിട്ട് എഴുതേണ്ട വർക്കൊക്കെ ചെയ്യാനും സൈറ്റിൽ വടിയിടിച്ച് സൈറ്റിൽ വരെ ഞാൻ പോകുന്നുണ്ട്. ഈ പ്രാവശ്യം ഒരിക്കൽ കൂടി തന്നെ പോകാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു, അസുഖം കൂടുതലായതുകൊണ്ട്. ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇലക്ട്രിക്കിൻ്റെ ആണ്. ഇതാണ് സ്വിച്ച്. ഇത് ഓണാക്കും. ഓണായി ഇത് സ്പീഡ് കുറയ്ക്കാനും ഇത് സ്പീഡ് കൂട്ടാനാണ്. ഇത് ഹോൺ പോലെ ഒരു ഇതാണ്. ഇതിൽ ലൈറ്റ് വേണമെങ്കിൽ പിടിപ്പിക്കാൻ ഇവിടെ ഇതുണ്ട്, ലൈറ്റ് ഘടിപ്പിക്കാൻ വേണ്ടി. ഇതിലാണ് ഞാൻ പോകുന്നത്. ഇത് എൻ്റെ ഒരു സംഭാവന കിട്ടിയ ദിവസം അവിടുന്ന് ആൾ പറഞ്ഞു, ഇത് ഒന്നിലിട്ടേ പഠിച്ചതിന് ശേഷം ഇത് പുറകോട്ട് എടുത്താൽ വണ്ടി പുറകോട്ട് പോകും, മുമ്പോട്ട് എടുത്താൽ ഇങ്ങനെ മുമ്പോട്ട് കാണിച്ചു വരും, ഇടത്തോട്ട് കാണിക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് പോകും, വലത്തോട്ട് കാണിക്കുകയാണെങ്കിൽ ഇങ്ങനെ പോകും. എങ്ങനെയുള്ള സജ്ജീകരണമുള്ള ഒരു കീ ആണിത്. ഈ ഒരു വിരൽ കൊണ്ടുള്ള പ്രവർത്തനമാണ് ഇതുകൊണ്ട് ചെയ്യുന്നത്. ഞാനിത് പറയാൻ കാര്യം, ഒന്നിൽ ഇട്ടിട്ട് 5 ഉണ്ട്. 5, 1, 2, 3, 4, 5 സ്വിച്ച് ഉണ്ട്. ഒന്നിൽ വെച്ചാണ് വർക്ക് ചെയ്യേണ്ടത്, ആദ്യം പഠിക്കേണ്ടത്. ഇതിൻ്റെ 4 വീലായതുകൊണ്ട് ഈ വീൽ എങ്ങോട്ടെങ്കിലുമൊക്കെ അങ്ങ് തിരിഞ്ഞിരിക്കുവാണെങ്കിൽ, മെയിൻ റോഡിൽ പോവുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തുകൂടി ഈ വണ്ടി പോകത്തില്ല. അതാണ് ഞാൻ ഇത് സ്വിച്ചിനെ പറ്റി പറഞ്ഞത്. തിരിഞ്ഞിരിക്കുകയാണെങ്കിൽ മഴയോ തേരിയോ ഒക്കെ വരുമ്പോഴേക്കും ഇത് ബുദ്ധിമുട്ടാണ്. ഇടത് സൈഡ് ബലമില്ല എനിക്ക്, ഇടത് സൈഡിൻ്റെ പ്രവർത്തനം കുറവാണ്. ഇടത് കൈയുടെ വലത് സൈഡ് കൈ കൊണ്ടാണ്, അതും വിറയലുണ്ട്. എന്നാലും അത് വെച്ച് തന്നെയാണ് ഞാനിപ്പോൾ ഈ വീൽ ചെയർ ഓടിക്കുന്നത്. 10-15 ദിവസം കൊണ്ട് വണ്ടി എടുക്കുകയില്ല. ഞാൻ ദിവസം എടുത്ത് ബാറ്ററി ചാർജ് ആവാതിരിക്കാൻ ദിവസം എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഈ പറയാൻ വരുന്നതെന്ന് വെച്ചാൽ, എൻ്റെ വീഡിയോ ഇപ്പോൾ ആദ്യം ആരും അങ്ങനെ കാണുന്നില്ല. എൻ്റെ ഇക്രുവും ഞാൻ കാർത്തൂൻ്റെയും പൂച്ചേരെയും പട്ടീരെയൊക്കെ എടുത്തിടുമ്പോൾ അത് കാണുന്നുണ്ട്. എൻ്റെ കുറച്ചേ കാണുന്നുള്ളൂ. നിങ്ങൾ സഹകരിക്കുക, എൻ്റെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഇതിൽ നിന്ന് കിട്ടിയിട്ട് എൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, യാചിക്കുന്നതല്ല. ഇഷ്ടമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. ചിലർ എൻ്റെ വീഡിയോ കണ്ട് പരിഹസിച്ച് ചിരിക്കുന്നുണ്ട്. ചിരിക്കട്ടെ, അതെനിക്ക് ഒരു കുഴപ്പമില്ല. ആര് പരിഹസിച്ചാൽ എൻ്റെ ഭഗവാൻ എന്നെ നടത്തുന്നിടത്തോളം ജീവിതം അത്രയും കാലം ഞാൻ നടന്നു തന്നെ ജീവിക്കും. ഓക്കെ, സീ യു.